ഇപ്പം നമുക്ക് ആപ്പിളിൽ നിന്ന് ഒഫീഷ്യലി അവൈലബിൾ ആയ ആപ്പിൾ വാച്ചിനകത്ത് വെച്ച് ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ ബേസ് വേരിയൻ്റ് ആയ ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത് ആപ്പിൾ വാച്ച് സീരീസ് 3 ആണ്. അത് ഈ സീരീസ് 3ന് നമുക്ക് 2 വേരിയൻസ് വരുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 38mm വാച്ചും പിന്നെ അടുത്തത് 42mm വാച്ചാണ്. അല്ല നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് 38mm വാച്ചാണ്. അത് ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇപ്പം ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കുവാണെങ്കിൽ 21,000 റേഞ്ചിലാണ് വന്നേക്കുന്നത്. പിന്നെ 42mm സൈസുള്ള വാച്ചാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 24,000 റുപ്പീസാണ്. ഇതെല്ലാം ഒഫീഷ്യൽ പ്രൈസിംഗ് ആണ്. അതും ഈ ആപ്പിൾ വാച്ച് സീരീസ് 3ന് ഒരൊറ്റ ഫിനിഷുള്ള വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതായത് നമുക്ക് അലുമിനിയം കേസിംഗ് വരുന്ന വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതും അതിനകത്ത് GPS മാത്രമേ ഉള്ളൂ. നമുക്ക് സിം ഇടാൻ പറ്റുന്ന വേരിയൻറ്റ് ഇല്ല. അത് ഈ സീരീസ് 3 വാച്ച് ഇപ്പോൾ 2021 റിവ്യൂ ഉള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് കുറവായതുകൊണ്ട് മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് ലേറ്റസ്റ്റ് വാച്ച് OS കിട്ടുന്നുണ്ട്. വാച്ച് OS 7 സപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അടുത്ത വർഷത്തെ വാച്ച് OS ആയ വാച്ച് OS 8 കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ കുറച്ചാണ് ഇതിനകത്ത് ഈ വാച്ച് OS 7 തന്നേക്കുന്നത്. അത് നമ്മളിവിടെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഈ ആപ്പിൾ വാച്ച് സീരീസ് 3 എന്ന് പറയുന്നത് നമുക്കൊരു ബേസിക് ആപ്പിൾ വാച്ച് കണക്കാണ്, അല്ലെങ്കിൽ ഒരു ബേസിക് ഫിറ്റ്നസ് ട്രാക്കർ കണക്കാണ്. ഒരു ആപ്പിൾ വാച്ചിൻ്റെ ലുക്കും കാര്യങ്ങളെല്ലാം അതേ കണക്കാണ് വന്നേക്കാണ്. കാരണം ആപ്പിൾ വാച്ചിൻ്റെ ഡിസൈൻ നമുക്കിപ്പം ഏറ്റവും ആദ്യത്തെ ആപ്പിൾ വാച്ച് തൊട്ട് ഇപ്പോൾ ഇറങ്ങിയ സീരീസ് 6 നോക്കിയാൽ പോലും ഒരേ കണക്കാണ് വന്നേക്കുന്നത്. അതിനകത്ത് ചെറിയൊരു വ്യത്യാസം വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ സൈസിനകത്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഈ സീരീസ് 3ക്ക് ആദ്യം ഇറങ്ങിയ ആപ്പിൾ വാച്ചിൻ്റെ അതേ ഡിസ്പ്ലേ സൈസാണ്. അതുകൊണ്ടാണ് ഇവിടെ 38mm 42mm വന്നേക്കുന്നത്. 38mm എന്ന് പറയുന്നത് നല്ല ചെറിയൊരു വാച്ചാണ്. അത് നമുക്ക് ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് ചെറിയൊരു ഡിസ്പ്ലേ ആണ്. പക്ഷേ നമ്മുടെ കൈ ഒരുപാട് ചെറിയൊരു കൈ ആണെങ്കിൽ ഈ 38mm വാച്ച് പെർഫെക്റ്റ് സൈസ് ആയിരിക്കും. അത് ഇവിടെ ഈ ഡിസ്പ്ലേ ഇത്രയും ചെറുതായിട്ട് പോലും എനിക്കിപ്പോൾ ഈ 2021 ഉപയോഗിച്ചപ്പോൾ പോലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഉപയോഗിക്കുന്നതിനകത്ത് അങ്ങനെ അധികം പാടൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാച്ച് ഉപയോഗിക്കുന്നതിന് അതിൻ്റേതായ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സമയം കാണാനും, പിന്നെ രണ്ട് ഇപ്പോഴത്തെ ഈ ഫിറ്റ്നസ് ട്രാക്കിംഗ് വാച്ചും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മൾ ഫിറ്റ്നസ് ട്രാക്കിംഗ് അല്ലെങ്കിൽ എക്സസൈസ് ട്രാക്കിങ്ങിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈ സീരീസ് 3 വാച്ചിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ കുറവാണ്. കാരണം ഇപ്പോഴത്തെ ഹൈപ്പിട്ട ആപ്പിളിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും അതേ കണക്ക് തന്നെ നമുക്ക് ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിങ്ങും പിന്നെ ECG മെഷർമെൻറ്റ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ സീരീസ് 3 വാച്ചിനകത്തില്ല. പക്ഷേ അതിന് പകരം ബേസിക് ആയിട്ടുള്ള ഫിറ്റ്നസ് ട്രാക്കിംഗ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല വാച്ച് OS 7 എടുത്താൽ പോലും അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നും ഇപ്പോഴും ഇല്ല. അതപ്പോൾ ഈ വാച്ചിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇപ്പോൾ ഈ വാച്ച് ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 3 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയമായിട്ട് പോലും ഈ വാച്ച് എന്ന് പറയുന്നത് ഇപ്പോഴും നല്ലോണം തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പെർഫോം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാച്ച് OS 7 വന്നപ്പോൾ തന്നെ ഫീച്ചേഴ്സ് എല്ലാം അവർ കട്ട് ചെയ്താണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏറ്റവും എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ഇപ്പം ഹാൻഡ് വാഷ് ഫീച്ചർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ 20 സെക്കൻഡ് കൈ കഴുകുന്ന സമയത്ത് നമുക്കൊരു ടൈമർ കാണിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആ ഒരു ഫീച്ചർ നമുക്ക് ഈ സീരീസ് 3 വാച്ചിനകത്ത് വന്നിട്ടില്ല. അത് ഈ വാച്ച് OS 7 അപ്ഡേറ്റിനകത്താണ് വന്നത്. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടുന്നില്ല. അതിനൊക്കെ നമ്മൾ വാച്ച് ഫേസ് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോഴത്തെ പുതിയ വാച്ച് ഫേസ് ഒന്നും കിട്ടിയിട്ടില്ല. ചിലതൊക്കെ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ ആപ്പിൾ എന്തോ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് കുറച്ചിട്ട് ഈ വാച്ച് ഇപ്പോഴും നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു വാച്ചാക്കി നിർത്തിയേക്കുവാണ്. അത് ഈ വാച്ച് എന്ന് പറയുന്നത് നമുക്ക് ഐഫോണായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതിപ്പോൾ ഏത് ആപ്പിൾ വാച്ച് ആയാലും ഐഫോണായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അത് നിങ്ങൾക്ക് ഐഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ആപ്പിൾ വാച്ച് വേണമെങ്കിൽ അങ്ങനത്തെവർക്ക് വേണ്ടിയാണ് ഈ സീരീസ് 3 ഇപ്പോഴും തന്നേക്കുന്നത്. അത് സീരീസ് 3 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അടുത്ത വർഷത്തെ മെയിൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇത്രയും കുറച്ചതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസർ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിരുന്നല്ല. ഇതിനകത്ത് കിട്ടുന്നത് നമുക്ക് ആപ്പിളിൻ്റെ S3 ഡ്യുവൽ കോർ പ്രൊസറാണ്. അപ്പോൾ ഈ ഒരു പ്രൊസർ ഇപ്പം നമുക്ക് ഈ ആപ്പിൾ വാച്ച് സീരീസ് 3ക്കകത്തുള്ള ടാസ്ക് എല്ലാം നല്ലോണം ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ വാച്ച് OS 7 തന്നെ ആദ്യം ഈ വാച്ച് OS 7 അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്കും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നല്ലോണം തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ലാഗ് ചില സമയത്ത് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഭയങ്കര ലാഗൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് വലിയ മോശമൊന്നുമല്ല. പക്ഷേ ഇവിടെ നമുക്ക് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരുപാടൊന്നുമില്ല. അതെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ബേസിക് ഫീച്ചേഴ്സ് വേണം പറയാൻ. കാരണം നോട്ടിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്. അതായത് നമുക്ക് ആപ്പിൾ വാച്ചിനകത്തേക്ക് നമ്മുടെ ഐഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും. നമുക്ക് കോളും അതേ കണക്ക് മെസ്സേജും കാര്യങ്ങളെല്ലാം കിട്ടും. അതിനകത്ത് കോൾ ആൻസർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇവിടെ സ്പീക്കേഴ്സും മൈക്രോഫോണൊക്കെ ഉണ്ട്. അതുകൊടുത്ത സ്പീക്കർ എന്ന് പറയുന്നത് അത്യാവശ്യം ലൗഡായ ഒരു സ്പീക്കറാണ്. മൈക്രോഫോണിന് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ അതേ കണക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ വാട്സാപ്പോ അല്ലെങ്കിൽ മെസ്സേജ് നോട്ടിഫിക്കേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുമെങ്കിൽ പോലും റിപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഈ വാച്ചിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ ആപ്പിൾ വാച്ചോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ചെറുതാണ്. ഇപ്പോഴത്തെ ആപ്പിൾ വാച്ചിന് 40mm അല്ലെങ്കിൽ 44mm ആണ് വരുന്നത്. അതിപ്പോൾ ആപ്പിൾ വാച്ച് SE എടുത്താലോ അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് സീരീസ് 6 എടുത്താലോ ഒക്കെ അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയല്ല, 38ഉം 42 ആണ് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് വോയിസ് ഡിക്റ്റേഷനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അതെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ മെസ്സേജ് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ വേറെ ആപ്സും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് കയറാൻ നേരത്ത്, ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആപ്പ് എല്ലാം കൊണ്ടിരിക്കുന്ന സ്ക്രീനിലേക്ക് കയറാൻ നേരത്ത് അവിടെ നമുക്ക് കാണുന്ന ആപ്സാണ്. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അല്ല നമ്മൾ സ്റ്റോക്ക് ആപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് റിമൈൻഡേഴ്സ് ആപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് റിമൈൻഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യുന്ന റിമൈൻഡർ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് കാൽക്കുലേറ്റർ ആപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ കാൽക്കുലേറ്റർ ആപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് വേഗം ഒരു കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഒരു ഉപയോഗകരമായ ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ആപ്സ് എല്ലാം ഇവിടെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ മാപ്സ് ഉണ്ട്. അപ്പോൾ മാപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാച്ചിനകത്ത് GPS സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാപ്പ് നാവിഗേഷൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും ഈ GPS ഉള്ളത് നമുക്കൊരു ഗുണകരമായ ഒരു കാര്യം തന്നെയാണ്.
നമ്മൾ വർക്കൗട്ട് കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഈ വർക്കൗട്ട് ആപ്പ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് മിക്ക വർക്കൗട്ട്സും കിട്ടുന്നുണ്ട്. സ്വിമ്മിംഗ് വർക്കൗട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ച് വാട്ടർ റെസിസ്റ്റൻസ് ഉള്ളൊരു വാച്ചാണ്. 50 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അത് ബാക്കിയുള്ള ആപ്പിൾ വാച്ചിനകത്ത് എങ്ങനെയാണോ അതേ കണക്കിനാണ് വന്നേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയതായിട്ടൊരു വർക്കൗട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് വേണ്ടി ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ അർത്ഥത്തിൽ വർക്കൗട്ട് കാര്യത്തിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വർക്കൗട്ട്സും കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ചിനകത്ത് ഒരു ഒപ്റ്റിക്കൽ ഹാർട്ട് റേറ്റ് സെൻസർ വരുന്നുണ്ട്. അതിനകത്തും ഈ സെൻസിങ്ങിൻ്റെ കാര്യത്തിനകത്ത് തന്നെ ആക്യുറസിക്കകത്ത് വലിയ ഇഷ്യൂ ഒന്നും തോന്നുന്നില്ലായിരുന്നു. കാരണം ഞാൻ ഈ വാച്ചിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസർ അതേ കണക്ക് തന്നെ സീരീസ് 5 വാച്ചിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസറും കൂടെ കമ്പയർ ചെയ്തപ്പം രണ്ടും ഏതാണ്ട് ഒരേ കണക്ക് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതും ഇവിടെ ഈ ഹാർട്ട് റേറ്റ് സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹൈയും ലോയും ഹാർട്ട് റേറ്റ് കാണിക്കാനുള്ള അതായത് നോട്ടിഫിക്കേഷൻ കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് റേറ്റിൻ്റെ കാര്യത്തിനകത്ത് ഈ ഹാർട്ട് റേറ്റ് ട്രാക്കിങ്ങിനകത്ത് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് മിസ് ചെയ്യാൻ നമ്മൾ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് ECG ആപ്പാണ്. അതായത് നമുക്ക് ECG മെഷർമെൻറ്റ് ഈ വാച്ചിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് ഫോൾ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അതിപ്പോൾ ആപ്പിൾ വാച്ച് സീരീസ് 4ലും സീരീസ് 5ലും ഇപ്പോൾ ഇറങ്ങുന്ന ആപ്പിൾ വാച്ച് SEക്കകത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇതിനകത്തില്ല. നമുക്ക് ഫോൾ ഡിറ്റക്ഷൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മുടെ എമർജൻസി കോൺടാക്റ്റിനെ വിളിക്കുന്നൊരു ഓപ്ഷൻ ഇതിനകത്തില്ല. പിന്നെ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഇവിടെ ഇല്ലാത്തതെന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല. അതായത് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് LTPO ഡിസ്പ്ലേ അല്ല, അതിന് വരെ നോർമൽ ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇവിടുത്തെ ബ്രൈറ്റ്നസ് ലെവലൊക്കെ നല്ലോണം തന്നെ വരുന്നുണ്ട്. 1000 nits വരെയൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാച്ച് പുറത്തൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. പക്ഷേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സമയം നോക്കണമെങ്കിലോ അല്ലെങ്കിൽ വാച്ചിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം നോക്കണമെങ്കിൽ നമ്മളിങ്ങനെ കൈ പൊക്കുന്ന സമയത്ത് വാച്ചിൻ്റെ ഡിസ്പ്ലേ ഓണായി വരുന്നൊരു ഫീച്ചർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ ഓഫായി കിടക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സമയം കാണിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇപ്പോൾ ഉള്ള എല്ലാ വാച്ചിനകത്തും മിക്കതിനകത്തും കിട്ടുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. പിന്നെ അവസാനമായിട്ട് ഈ വാച്ചിനകത്ത് ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കോമ്പസ് വരുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടിയൊക്കെ വേറെ വലിയ പോരായ്മ ഇവിടെ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നോക്കുവാണെങ്കിൽ ഇതൊരു കോമ്പോസിറ്റ് ബാക്കാണ്, അല്ലാതെ സെറാമിക് ബാക്ക് അല്ല. അപ്പോൾ സെറാമിക് ബാക്കാണ് വന്നിരുന്നെങ്കിൽ സ്ക്രാച്ച് ആവത്തില്ലായിരുന്നു. പക്ഷേ ഇത് കോമ്പോസിറ്റ് ബാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചാർജിങ്ങിനൊക്കെ വെക്കാൻ നേരത്തെ തന്നെ ഇത് സ്ക്രാച്ച് ആവും. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഒരുപാട് സ്ക്രാച്ച് ആവും ഈ ബാക്ക് പോർഷൻ. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് അയണക്സ് ഗ്ലാസ് ആണ്. പക്ഷേ അത് അങ്ങനെ എൻ്റെ ഉപയോഗത്തിനകത്ത് അങ്ങനെ സ്ക്രാച്ച് ഒന്നും വീണിട്ടില്ല. അപ്പോൾ ഞാൻ പഴയ വാച്ച് ഉപയോഗിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ കേസിങ് അലുമിനിയം കേസിംഗ് ആണ്. അതിവിടെ എൻ്റെ ഇരിക്കുന്ന കളർ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ കുറേ കാലം കഴിയുമ്പോൾ ഇതിനകത്ത് സ്ക്രാച്ച് വീഴും. അപ്പോൾ ഞാൻ സീരീസ് 5 വാച്ച് ഉപയോഗിച്ചപ്പോൾ അങ്ങനെ കണ്ടു തന്നെയാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ വലിയ കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അല്ലാതെ നോക്കാൻ നേരത്തെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് എനിക്ക് വേറെ ഇഷ്യൂസും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ ഈ സീരീസ് 3 വാച്ച് നോക്കാൻ നേരത്ത് കുറച്ചും കൂടെ കനം കൂടിയ ഒരു വാച്ചാണ് സീരീസ് 3 എന്ന് പറയുന്നത്. അതായത് സീരീസ് 4ഉം സീരീസ് 5ഉം പിന്നെ ആപ്പിൾ വാച്ച് SE ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്തായിട്ടും കുറച്ചും കൂടെ കനം കൂടിയ ഒരു വാച്ചാണ്. എന്നാലും നമ്മൾ കൈ കിട്ടുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. വാച്ച് ഒരുപാട് പൊങ്ങി നിൽക്കുന്നതല്ല, കറക്റ്റായിട്ട് കംഫർട്ടബിൾ ആയിട്ട് തന്നെ കൈ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് നമ്മൾ ഈ വാച്ച് കയ്യിൽ ധരിക്കുന്ന സമയത്തുള്ള കംഫർട്ട് കാര്യത്തിനകത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ഈ വാച്ചിൻ്റെ റേഞ്ചിൻ്റെ കാര്യത്തിന് സംശയം ഉണ്ടെങ്കിൽ അതിനകത്ത് വന്നേക്കുന്ന ബ്ലൂടൂത്ത് വേർഷൻ 4.2 ആണ്. അതുകൊണ്ട് തന്നെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഒന്നും അല്ലായിരുന്നു. ഒരു 1-2 മതിലൊക്കെ നമ്മൾ വാച്ചും ഫോണായിട്ട് ഇടയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് കണക്ഷൻ കട്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് സീരീസ് 3 വാച്ച് ആയതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു 3-4 വർഷം പഴക്കമുള്ള ഒരു വാച്ച് ആയതാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോഴത്തെ ഒരു വാച്ച് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ബ്ലൂടൂത്ത് 5 ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനെക്കാട്ടിയും ബെറ്റർ ആയ റേഞ്ച് നമുക്ക് ഇപ്പോഴത്തെ വാച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വൈഫൈയുടെ കാര്യത്തിനകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല. വൈഫൈ കണക്ഷനകത്തൊന്നും അങ്ങനെ വൈഫൈ ബ്രേക്ക് ആവുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ അതിനകത്തും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവസാനമായിട്ട് ഇവിടുത്തെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 8 GB ആണ്. അതും 8 GB ഒരു വാച്ചിന് അത്യാവശ്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 GB സ്റ്റോറേജിനകത്ത് നമുക്ക് വേണമെങ്കിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് 8 GB വെച്ച് വലിയ കുഴപ്പങ്ങളൊന്നും വന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ വാച്ച് സീരീസ് 3ൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ഈ സീരീസ് 3 എന്ന് പറയുന്ന വാച്ച് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ബേസിക് വാച്ച് കണക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഐഫോൺ ഉണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ വാച്ച് വേണം. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാശൊന്നും സ്പെൻഡ് ചെയ്ത് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വില കൂടിയ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളുള്ള വാച്ച് വേണ്ടെന്നാണ് തോന്നുന്നതെങ്കിൽ ഈ സീരീസ് 3 എന്ന് പറഞ്ഞ വാച്ച് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ചിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചിലപ്പോൾ ഈ വർഷത്തോടു കൂടി നിൽക്കും. അപ്പോൾ അങ്ങനെ വരാൻ നേരം നിങ്ങളൊരു 24,000 കൊടുത്തിട്ട് ഈ ഒരു വാച്ചിൻ്റെ 42mm വാങ്ങിക്കുവാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിൽക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഫീച്ചേഴ്സിനകത്ത് തന്നെ കുറേ ഫീച്ചേഴ്സ് കട്ട് ചെയ്താണ് ഈ വാച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രൈസ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വാച്ച് എന്ന് പറയുന്നത് ഈ സീരീസ് 3നെ കാട്ടിയും ആപ്പിൾ വാച്ചിൻ്റെ പുതിയ SE വേർഷനാണ്. അതായത് നമ്മളൊരു ആപ്പിൾ വാച്ചിനകത്ത് ഒരു ഡിവൈസ് എടുക്കുകയാണെങ്കിൽ അത് നമ്മളെ ഫോൺ കണക്കല്ല, നമ്മൾ ഫോണിനെക്കാട്ടിയും കൂടുതൽ വർഷം ഉപയോഗിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു കാര്യം എടുക്കുന്നത്. കാരണം നമ്മുടെ വാച്ചാണ്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡിവൈസ് കണക്കാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് മിനിമം ഒരു 3-4 വർഷത്തേക്കുള്ള ഒരു യൂസേജ് കിട്ടണം നമുക്കൊരു വാച്ച് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമ്മൾ എന്തായാലും ഈ ആപ്പിൾ വാച്ച് സീരീസ് 3നെ കാട്ടിയും ആപ്പിൾ വാച്ച് SE എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേണമെങ്കിൽ എന്തായാലും ആപ്പിൾ വാച്ച് SEനെ കാട്ടിയും ഏറ്റവും മികച്ച് നിൽക്കുന്നത് പറഞ്ഞാൽ ആപ്പിൾ വാച്ച് സീരീസ് 6 തന്നെയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് നോക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആപ്പിൾ വാച്ച് സീരീസ് 3 നോക്കത്തില്ല. അത് നിങ്ങൾ ആപ്പിൾ വാച്ച് സീരീസ് 3 നോക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പ്രൈസ് കുറഞ്ഞൊരു ആപ്പിൾ വാച്ച് നോക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ആയ ആപ്പിൾ വാച്ച് ആയിരിക്കും വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ 2021 ഞാൻ പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ആപ്പിൾ വാച്ച് സീരീസ് 3നെ കാട്ടിയും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ആപ്പിൾ വാച്ച് SE തന്നെയാണ്.
അത് നിങ്ങൾ കുറച്ചും കൂടെ പ്രൈസ് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും ബെറ്റർ ആയിട്ട് വാച്ച് കിട്ടും. നിങ്ങൾക്ക് ഒരു 4 വർഷത്തേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനകത്തോ അല്ലെങ്കിൽ യൂസേജിൻ്റെ കാര്യത്തിനകത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതും ഈ ആപ്പിൾ വാച്ച് സീരീസ് 3 ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കിട്ടും. അതെല്ലാ ആപ്പിൾ വാച്ചിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ചാർജിങ്ങിന് വേണ്ടി നമുക്ക് ആപ്പിളിൽ തന്നെ മാഗ്നറ്റിക് ചാർജറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതി വരാൻ നേരത്ത് തന്നെ ഈ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിനകത്ത് തന്നെ ഇപ്പം നമുക്ക് സ്ലീപ്പ് ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ ആപ്പിൾ വാച്ചിനകത്തുണ്ട്. അത് ഈ സീരീസ് 3 വരുന്നുണ്ട്. പക്ഷേ ഞാൻ സ്ലീപ്പ് ട്രാക്കിംഗ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല. കാരണം ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം മാത്രമേ കിട്ടൂ. അപ്പോൾ അതൊക്കെ ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് വീണ്ടും മോശമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഫീച്ചർ ഞാൻ യൂസ് ചെയ്തില്ല. അതിപ്പോൾ നോക്കാൻ നേരത്ത് പോലും ഈ സീരീസ് 3 നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു വർഷം കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആകും എന്നുള്ളൊരു കാര്യം കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഈ സീരീസ് 3 എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ട് ആപ്പിൾ വാച്ച് SE എടുക്കുന്നതന്നെയായിരിക്കും. അപ്പോൾ ഇത്ര വലിയ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.